ഹായ് ഫ്രണ്ട്സ്, ഗാർഡൻ ഓഫ് വിങ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലെ ഒരുങ്ങി കിട്ടി ഇങ്ങോട്ടാണെന്നല്ലേ. ഞാൻ ഒരു ഗാർഡൻ വിസിറ്റിന് വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ലത ചേച്ചിയുടെ കൂടെ നമ്മുടെ കുഴിപ്പള്ളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുന്നത്. നല്ല മഴ വരുന്നുണ്ട്, കുറേ ദിവസമായിട്ട് മഴയാണ്. അപ്പോൾ പെട്ടെന്ന് ചേച്ചിക്ക് കുറച്ച് പ്ലാൻസ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ പോവാം, നമ്മളിവിടെ വിളിച്ചാലും റെഡി. അപ്പോൾ നമ്മൾ റെഡിയായി നിൽക്കുന്നു. ഇന്ന് കുഴിപ്പള്ളത്തെ വിശേഷം നമ്മൾ നോക്കാം. അവിടെ മൊത്തം ചെളിയും മഴയായിരിക്കും, എന്നാലും നോക്കാം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കുഴപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന ഉടനെ നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കാണുന്ന ഒരു ഏരിയയാണിത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നടക്കുന്ന ഒരു ഏരിയയാണിത്. ഇത് കംപ്ലീറ്റ് ബോൺസായി ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ടല്ലോ, അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ്. ചെറുത് തൊട്ട് വലുത് വരെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഒത്തിരി നടന്ന് കാണാനുണ്ട്. അവിടെ മൊത്തം കണ്ടു തീരാൻ തന്നെ കുറേ സമയം വേണം, ഒരു ദിവസം ഫുള്ള് വേണം അവിടെ മൊത്തം കാണാൻ. നമ്മൾ അത്യാവശ്യത്തിനൊരു പ്ലാൻസ് എടുക്കാൻ വന്നതുകൊണ്ട് ജസ്റ്റ് ഓടി നടന്ന് നോക്കിയതേ ഉള്ളൂ. നമുക്ക് മൊത്തം കാണാനല്ല, പർച്ചേസിന് വേണ്ടി പോയതല്ലേ. ഇത് ഇവിടുത്തെ കുഴിപ്പള്ളത്ത് തെറ്റികൾക്ക് മാത്രമുള്ളൊരു സെക്ഷനാണ്. നിറയെ വെറൈറ്റി തെറ്റികൾ അടിപൊളിയല്ലേ. ഇത് കംപ്ലീറ്റ് മെലസ്റ്റോമയുടെ ഒരു ഏരിയയാണ് കേട്ടോ. വൈറ്റും പർപ്പിൾ കളറും ഒക്കെയാണ്. ഇത് ചുമ്മാ കറങ്ങിയെടുത്ത് കാണാൻ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. മൊസാന്ത, അഡീനിയം, ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നല്ല മഴയായിരിക്കും എന്ന് പറഞ്ഞ് വന്നതാണ്. ഇപ്പോൾ നല്ല ഒടുക്കത്തെ വെയിൽ. നമ്മുടെ കൊങ്ങിണി വെറൈറ്റിയാണ് കേട്ടോ. അതിൻ്റെ ഇവിടെ പക്ഷേ പ്ലാന്റ്സിനൊക്കെ നല്ല വില കുറവാണ്. അതുകൊണ്ടാണ് ഒരുപാട് നേഴ്സറിക്കാരും അല്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പ്ലാന്റ്സ് എടുക്കുന്നത്. ഒത്തിരി വെറൈറ്റീസും കാണും. അങ്ങനെ നമ്മൾ റോസിൻ്റെ സെക്ഷൻ ആയപ്പോൾ തന്നെ മണി 2 വിഷം ആകെ റെഡിയായി. പിന്നെ അവിടെ നിന്ന് തന്നെ 25 രൂപയുണ്ട് അവിടെ മീൻകറി ഉൾപ്പെടെ. ഇപ്പം പുറത്തൊക്കെ ഇങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ അത്യാവശ്യം നല്ല കറികളും മീനൊക്കെ ആയിട്ട് നല്ല നല്ല ഫുഡായിരുന്നു അവിടുത്തെ. അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇൻഡോർ പ്ലാന്റിൻ്റെ സെക്ഷനിലെത്തി. ഇത് മൊത്തം കാറ്റസം വെറൈറ്റീസ് ഉണ്ടല്ലോ, അതാണ്. അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഓർക്കിഡ്സ്, പിന്നെ ഇൻഡോർ വയ്ക്കുന്ന പ്ലാന്റ്സുകളായിരുന്നു ഈ സൈഡ് കംപ്ലീറ്റ്. ഈ ഇതിൻ്റെ അകത്തായിട്ട് അവിടെ അത്യാവശ്യം ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട്. ഇത് ജെയ്ഡല്ലേ, ജെയ്ഡ് പ്ലാന്റ്സൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഓർക്കിഡ്സൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. റേറ്റും ഉണ്ട്, ഇതിനൊക്കെ 650 ആയിരുന്നു. പിന്നെ ഡെൻഡ്രോബിയൊക്കെ അത്യാവശ്യം കുറവുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് ടെറേറിയം കാണുന്നത്. ഞാൻ ഈ ചാനലിൽ യൂട്യൂബിലൊക്കെ അല്ലാണ്ട് കണ്ടിട്ടില്ല. ഈ ചെറിയ ബോട്ടിൽ 650 അതിൻ്റെയും ചെറുതുണ്ടായിരുന്നു. ഒരുപാട് ടെറേറിയം തന്നെ ഒത്തിരി സൈസ് ഗ്ലാസ്സുകളിലുണ്ടായിരുന്നു. ഒരുപാട് കാണാത്ത പ്ലാന്റ്സുകളും പുതിയ കുറച്ച് അനുഭവങ്ങളൊക്കെ ആയിരുന്നു. നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.